സോ ദി വൈറൽ ഫേസ് പാക്ക് ഒറ്റ യൂസ് കൊണ്ട് തന്നെ നമ്മുടെ മുഖം അങ്ങ് മാറ്റിമറിച്ച് വെളുത്ത് തുടിപ്പിക്കുന്ന ഒരു ഫേസ് പാക്ക്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. റീസെന്റ് ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ ഒരു ഫേസ് പാക്ക് ആ കുട്ടി യൂസ് ചെയ്തു. ആ ഒരു ഫേസ് പാക്കിന്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ഫേസിന്റെ ഹാഫ് മാത്രമേ അത് അപ്ലൈ ചെയ്തിരുന്നുള്ളൂ. അപ്പൊ ആ ഒരു ഫേസ് പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ്സ് അത് കഴിഞ്ഞിട്ട് ഫേസ് വാഷ് ചെയ്ത് വന്നപ്പോൾ ഫേസ് ഭയങ്കര രീതിക്ക് ബ്രൈറ്റ് ആയി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കണ്ണുകളെ തന്നെ വിശ്വസിക്കാൻ പറ്റില്ല. ആ രീതിക്ക് ഒരൊറ്റ യൂസ് കൊണ്ട് തന്നെ ആ ഫേസ് പാക്ക് ഒന്ന് കഴുകി വന്നപ്പോൾ നല്ല രീതിയിൽ ഫേസ് വെളുത്തു തുടുത്തു. സോ ഞാൻ വരെ ഞെട്ടിപ്പോയി. ബിക്കോസ് ഒറ്റ യൂസ് കൊണ്ട് ഇത്രയും അധികം റിസൾട്ട്, ഇത്രയൊക്കെ ഫേസ് കറുത്ത് കരിവാളിച്ചിരുന്നാലും ഫേസ് ഇത്രയധികം നല്ല വെളുത്ത് തുടുക്കുമോ എന്ന് ഞാൻ തന്നെ അതിശയപ്പെട്ടു പോയി. സോ ഞാൻ അന്ന് തൊട്ട് വിചാരിക്കുകയാണ് ആ ഒരു ഫേസ് പാക്ക് യൂസ് ആക്കി നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്, ആ ഒരു റിസൾട്ട്. കാരണം ആ ഒരു വീഡിയോയിൽ കാണിച്ച പ്രകാരം അങ്ങനെ നമ്മളെ സ്കിൻ മാറിപ്പോയി. ബിക്കോസ് ആ ഒരു ഫേസ് പാക്ക് ഒരു സൈഡിൽ, അതായത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്ന വശത്തെ കളറും ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാത്ത വശത്തെ കളറും തമ്മിൽ ഭയങ്കര ഡിഫറൻറ്റ് ഉണ്ടായിരുന്നു. ആ ഒരു വശം ഭയങ്കര രീതിക്ക് വെളുത്ത് തുടുത്തു, കൺസിഡറബിളി അത് അപ്ലൈ ചെയ്യാത്ത വശം. ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തൊട്ട് എന്ന് ഞാൻ വിചാരിക്കും ആ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കണം എന്ന്. സോ അങ്ങനെ ഇന്ന് ഞാൻ ആ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ്. അത്രയും ഡിഫറൻസ് ഒറ്റ യൂസിൽ തന്നെ വരുമോ ഇല്ലയോ നമുക്ക് നോക്കാം. സോ എങ്ങനെയാണ് ആ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കേണ്ടത് നമുക്ക് നോക്കിയിട്ട് വരാം. സോ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് പാലാണ്. പാലിലേക്കാണ് നമ്മളിനി ബാക്കി കാര്യങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് വേണ്ടത് ശർക്കരയാണ്. കുറച്ച് ശർക്കര ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ശർക്കര ഞാൻ കുറച്ച് പൊടിച്ച് ഇങ്ങനെ നമ്മൾ ഈ പാലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് ലൈക്ക് ദിസ്. ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര നമ്മൾ ഈ പാലിലേക്ക് ഇട്ട് കൊടുത്തു. നെക്സ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഈ ഒരു ഈന്തപ്പഴമാണ്. ഒന്നല്ല 2 ഈന്തപ്പഴമാണ് ഞാനിവിടെ എടുക്കുന്നത്. 2ഓ 3ഓ ആവശ്യത്തിനനുസരിച്ച് ഈ ഈന്തപ്പഴവും അങ്ങനെ ഞാൻ ശർക്കരയും പാലിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു 1 അവർ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു 1 അവർ കൊണ്ട് ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടും. സോ അതിനുശേഷം നമുക്കിത് മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. സോ 1 മണിക്കൂറിന് ശേഷം ഞാനതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. സോ എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയത്. കുറച്ച് പാല് കൂടിപ്പോയോ എന്നൊരു സംശയം. കുഴപ്പമില്ല, നമുക്കത് ഓക്കെ ആക്കി എടുക്കാം. സോ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് ഒരു ബൗളിലേക്ക് മാറ്റാൻ പോവുകയാണ്. കുറച്ച് മതിയല്ലോ നമുക്ക്, അല്ലാതെ ഈ ഒരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിലല്ല, കുറച്ച് പാല് കൂടിപ്പോയി. സോ ദാറ്റ് ഞാനൊരു ബൗളിലേക്ക് ആഡ് ചെയ്തു. ഞാനിനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഇരട്ടി മധുരത്തിൻ്റെ പൊടിയാണ്. ഇത് നമുക്ക് നോർമൽ ഷോപ്പിലല്ല, ആര്യവൈദ്യശാല അതുപോലത്തെ ഷോപ്പിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇരട്ടി മധുരം. സോ അതാണ് ഞാൻ നെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. സോ ഞാനിനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് അരിപ്പൊടി. ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അരിപ്പൊടി കൂടെ ചേർക്കാം, ഇല്ല എങ്കിൽ കടലമാവ് ചേർക്കാം എന്നാണ്. സോ ഞാൻ അരിപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ലൈക്ക് ദിസ്. കുറച്ചൊരു വെള്ളം വേണം എന്ന് തോന്നി, ഭയങ്കര തിക്കായി പോയി. സോ ദാറ്റ് ഞാൻ കുറച്ചുകൂടെ ആ ഒരു നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു മിക്സിങ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു. ഫൈനലി ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഇതാണ് വേണ്ടത്ര കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഞാൻ ഫൈനലി ആ ഒരു ഫേസ് പാക്ക് എടുത്ത് റെഡിയാക്കി കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് ഞാൻ എൻ്റെ ഹെയറൊക്കെ ഒന്ന് കെട്ടി സെറ്റാക്കി വെച്ച് കൊടുക്കാൻ പോവുകയാണ്. ബേബി നിങ്ങളും ആ ഒരു വീഡിയോ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു കുറച്ച് നാൾ മുൻപ്. ആ ഒരു വീഡിയോ കണ്ടു കാണും. അത്രയും ഡിഫറൻസ് ഒക്കെ ഉണ്ടാകുമോ എന്ന് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. സോ ഞാൻ ഇന്ന് നമുക്ക് ലൈവായിട്ട് നോക്കാം അത്രയും ഡിഫറൻസ് ഫേസിൽ ഉണ്ടാകുമോ എന്നുള്ളത്. കാരണം നമ്മുടെ സ്കിൻ തന്നെ അങ്ങ് മാറിപ്പോയി. കറുത്ത് കരിവാളിച്ചിരുന്ന ഫേസ് ആയാലും ഒറ്റ യൂസ് കൊണ്ട് ബ്രൈറ്റ് ആയി. കുട്ടി വീഡിയോയിൽ കാണിക്കുന്നത് ലൈവായിട്ട് അങ്ങനെ തന്നെയാണ്. ഫേസിന്റെ ഒരു വശം, അതായത് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത വശം മാത്രം അങ്ങ് വെളുത്ത് തുടുത്തു. ആ ഒരു ഡിഫറൻസ് നമുക്ക് ആ ഒരു വീഡിയോയിൽ കാണുമ്പോൾ ആ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റും. സോ ആ ഡിഫറൻസ് നമുക്കും കിട്ടുമോ എന്ന് ഇന്ന് ഞാൻ പരീക്ഷിക്കാൻ പോവാണ്. ഈ ഒരു ഫേസ് പാക്ക് ഞാൻ ഫേസിന്റെ ഒരു വശം മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ജസ്റ്റ് ലൈക്ക് ദിസ്. ഫേസിന്റെ ഒരു വശത്ത് ഞാൻ അപ്ലൈ ചെയ്യുന്നുള്ളൂ. കാരണം നമുക്കും ആ ഒരു ഡിഫറൻസ് അറിയണമല്ലോ. അതൊക്കെ ഞാൻ ഓൾറെഡി ഫേസ് വാഷ് ഇട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഞാൻ ഫേസിന്റെ ഒരു വശത്താണ് ആ ഒരു പാക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നമുക്ക് വാഷ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. കാര്യം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ
ഒറ്റ യൂസ് കൊണ്ടൊക്കെ അത്രയും ഡിഫറൻസ്, അതായത് അത്രയും നമ്മുടെ സ്കിൻ മാറിപ്പോയി. ആ ലെവലാണ് ആ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടത്. സോ അത്രയ്ക്ക് ഡിഫറൻസ് ഒറ്റ യൂസിൽ ഈ ഒരു പാക്ക് കൊണ്ട് കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. സോ ഞാൻ അത്യാവശ്യം കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ പ്രകാരം എല്ലാ റൂൾസ് മീൻസ് എല്ലാ ഇൻഗ്രീഡിയൻസും യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയത്. സോ ദി വൈറൽ ഫേസ് പാക്ക്, ഒറ്റ യൂസ് കൊണ്ട് തന്നെ നമ്മുടെ മുഖം അങ്ങ് മാറ്റിമറിച്ച് വെളുത്ത് തുടിപ്പിക്കുന്ന ആ ഒരു ഫേസ് പാക്ക് റിസൾട്ട് എങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ അങ്ങനെ ഫേസിന്റെ ഒരു സൈഡിൽ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി നമുക്കൊരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. 20 മിനിറ്റ്സ് കഴിയുമ്പോൾ ഫേസ് നമുക്കൊന്ന് വാഷ് ചെയ്ത് കൊടുക്കാം. 20 മിനിറ്റ്സ് കൊണ്ട് തന്നെ ഏകദേശം ഈ ഒരു പാക്ക് ഉണങ്ങി കിട്ടും. അപ്പോൾ അതിനുശേഷം നമുക്ക് നോർമൽ പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്യുമ്പോൾ ആ വീഡിയോയിൽ കാണിച്ച പോലത്തെ ഒരു ഡിഫറൻസ്, അത്രയും ഫേസ് ബ്രൈറ്റായി, നമ്മൾ ഇരിക്കുന്ന ഷെയ്ഡിൽ നിന്ന് ഒരു 5-6 ഷെയ്ഡ് ബ്രൈറ്റായി നമ്മൾ വെളുത്ത് തുടുക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. സോ നമുക്ക് 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. സോ അങ്ങനെ ഏകദേശം ഒരു 20 to 25 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇപ്പം അത്യാവശ്യം ഫേസ് ഡ്രൈ ആയിട്ടുണ്ട്. സോ നമുക്കിനി ഇത് നോർമൽ പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്യാം. സോ ഞാനിവിടെ ഒരു കുറച്ച് വെള്ളം ടിഷ്യൂ പേപ്പറിൽ എടുത്തിട്ടാണ് ഞാനിവിടെ ഫേസ് വാഷ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാമല്ലോ, ലൈവായിട്ട് ആ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാൻ പോവുകയാണ്. ആ ഒരു വീഡിയോയിൽ ഭയങ്കര റിസൾട്ടാണ് കാണിച്ചത്. സോ ആ ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. സോ എന്തെങ്കിലും ഡിഫറൻസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ എനിക്ക് ഡിഫറൻസ് തോന്നുന്നുണ്ട്. കുറച്ചൊന്ന് ഫേസ് ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഒട്ടും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കൺസിഡറബിളി ഈ വശത്ത് കുറച്ച് ബ്രൈറ്റ്നെസ് കൂടുതലാണ്. കൺസിഡറബിളി ഈ വശത്ത്, അതായത് നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത വശത്ത് കുറച്ച് കൂടുതലായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഇരട്ടി മധുരവും ശർക്കരയൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് വായിക്കാത്ത പോകുമ്പോൾ നല്ല മധുരമുണ്ട്. കഴിക്കാനുള്ള ടെൻഡൻസി, ഇനി കഴിച്ചു എന്ന് പറഞ്ഞിട്ട് പ്രശ്നമൊന്നുമില്ല, നമ്മൾ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തില്ലല്ലോ. സോയ അങ്ങനെ ഞാൻ എൻ്റെ ഫേസ് ഫുള്ളായിട്ടൊന്ന് വാഷ് ചെയ്തു. സോ ഞാൻ അങ്ങനെ എൻ്റെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുത്തു. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ടോ? ലൈക്ക് നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത വശത്തും ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാത്ത വശവും തമ്മിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യൂ. സീരിയസ്ലി ഞാൻ പറയട്ടെ, എനിക്ക് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഫേസ് പാക്ക് ഇട്ട വശത്ത് ബ്രൈറ്റ് ആയിട്ടുണ്ട് എന്നും പറഞ്ഞ് നമ്മുടെ സ്കിൻ അപ്പാടെ ചേഞ്ച് ആക്കുന്ന രീതിക്ക് ഫേസ് അങ്ങ് വെളുത്ത് തുടുത്തു എന്നല്ല ഞാൻ പറയുന്നത്. എന്തായാലും ഒരു ടാൻ ഒക്കെ ഉണ്ടായിരുന്നു, അതൊന്ന് റിമൂവായി ഇൻസ്റ്റന്റ്ലി തന്നെ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട്. കാരണം ഈ പറയുമ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടതുപോലെ എനിക്കെന്തോ മേ ബി എൻ്റെ സ്കിന്നിൻ്റെ പ്രശ്നമായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ആ ഒരു ഫേസ് പാക്ക് ആ ഒരു വീഡിയോയിൽ കണ്ട പ്രകാരം അത്രയും റിസൾട്ട് തന്നില്ല. ലൈക്ക് ആ ഒരു വീഡിയോ കണ്ട പ്രകാരമാണെങ്കിൽ ആ ഒരു ഫേസ് പാക്ക് ഇട്ട് വാഷ് ചെയ്തപ്പോൾ തന്നെ ഫേസ് അപ്പാടെ അങ്ങ് ചേഞ്ച് ആയി, ഫേസ് കംപ്ലീറ്റ്ലി മാറി. ഫേസ് ഇൻസ്റ്റന്റ്ലി തന്നെ ഒരു 6-7-8 ഷെയ്ഡ് നല്ല വെളുത്തു തുടുത്തു.
അങ്ങനെയാണ് ആ ഒരു വീഡിയോയിൽ കാണിച്ചത്. സോ അത് കൺസിഡർ ചെയ്യുമ്പോൾ എനിക്ക് അത്രയും റിസൾട്ട് ഒന്നും ഈ ഒരു ഫേസ് ഈ ഒരു ഫേസ് പാക്ക് എനിക്ക് തന്നില്ല. എങ്കിലും ഞാൻ പറയട്ടെ, ടാൻ ഒക്കെ ഒന്ന് മാറി ഫേസ് ഇൻസ്റ്റന്റ്ലി കുറച്ചൊന്നൊരു പൊടിക്ക് ബ്രൈറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അത് ടാൻ ഒക്കെ ഒന്ന് മാറി ഫേസ് ഇൻസ്റ്റന്റ്ലി കുറച്ചൊന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതിന് ഡെഫിനറ്റ്ലി ഈ ഒരു ഫേസ് പാക്ക് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മേ ബി കണ്ടിന്യൂസ് യൂസ് കൊണ്ട് ഈ ഒരു ഫേസ് പാക്ക് ഫേസ് ബ്രൈറ്റ് ആക്കിയേക്കാം. പക്ഷേ ഈ അതായത് ആ ഒരു വീഡിയോ ഞാൻ കണ്ടത് പ്രകാരം ഒറ്റ യൂസ് കൊണ്ട് തന്നെ ഫേസ് കംപ്ലീറ്റ്ലി അങ്ങ് ചേഞ്ച് ആക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ സംഭവം കൊള്ളാം. നമ്മുടെ ഫേസിലെ ടാൻ എല്ലാം ഒന്ന് മാറി ഒരു പൊടിക്കൊന്ന് ബ്രൈറ്റ് ആക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ആരെങ്കിലും ഇതിന് മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നിങ്ങൾ കമന്റ് ചെയ്യൂ. ബിക്കോസ് ഞാനിത് ഫസ്റ്റ് ടൈം ട്രൈ ആണ്. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ ഡയറക്റ്റ്ലി കാണിച്ചും തന്നു. അപ്പൊ എനിക്കിതാണ് റിസൾട്ട് കിട്ടിയത്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒറ്റ യൂസിൽ തന്നെ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഫേസ് അങ്ങ് മാറ്റി മറിക്കുന്ന രീതിയിൽ ഫേസ് അങ്ങ് നല്ല വെളുത്ത് തുടുത്തോ ഇല്ലയോ നിങ്ങൾ കമന്റ് ചെയ്യൂട്ടെ. എനിക്ക് ഇങ്ങനെയാണ് റിസൾട്ട് കിട്ടിയത്. എന്നാലും ഒരു പൊടിക്കൊന്ന് ബ്രൈറ്റ് ആയി ഇത്തിരി ടാനെല്ലാം മാറി ഇൻസ്റ്റന്റ്ലി കുറച്ചൊന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി എന്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ കാണുന്നതായിരിക്കും.